ഇന്ത്യൻ പീനൽ കോഡിന് പകരമുള്ള നിയമം ഗൗരവതരമായ പഠനം ഇല്ലാതെ നടപ്പിലാക്കരുതെന്ന് നിയമവിദഗ്ധർ. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത അടുത്ത മാസം 1 പ്രാബല്യത്തിലാകാതിരിക്കവേ ആശങ്ക അറിയിച്ച് നിയമവിദഗ്ധർ. വിശദമായ ചർച്ചയില്ലാതെ കഴിഞ്ഞ ഡിസംബറിലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പാർലമെൻറ്റ് പാസാക്കിയത്. നിലവിലുള്ള 3 അടിസ്ഥാന ക്രിമിനൽ നിയമങ്ങളായ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയിലെ മിക്കവാറും എല്ലാ വ്യവസ്ഥകളും പുതിയ നിയമങ്ങളിൽ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. വ്യവഹാര ചെലവുകളും കോടതികളുടെ ഭാരവും സർക്കാർ കക്ഷിയായ കേസുകളുടെ എണ്ണവും കുറയ്ക്കുന്നതിന് പുതിയ 3 ക്രിമിനൽ നിയമങ്ങളും ജൂലൈ 1 പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു. നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളില്ലാതെ ഒരു വ്യക്തിയുടെയും ജീവിതവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന് ഭരണഘടനയിലെ അനുച്ഛേദം 21 നൽകുന്ന അവകാശത്തിൽ കടന്നുകയറാനുള്ള വ്യവസ്ഥകൾ പുതിയ നിയമങ്ങളിൽ ഉണ്ടെന്നാണ് ആക്ഷേപം. നിലവിലെ നിയമങ്ങൾ ഒഴിവാക്കി ഒരു ദിവസം കൊണ്ട് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിലവിലുള്ള പല കേസുകളിലും ആശയക്കുഴപ്പവും പൗരാവകാശ ലംഘനവും ഉണ്ടാകുന്നുവെന്ന് മുതിർന്ന അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു. പൗരൻ്റെ വ്യവഹാര ചെലവുകൾ കുറയുമെന്ന വാദത്തെയും നിയമവിദഗ്ധർ എതിർക്കുകയാണ്. കുറ്റാരോപിതരുടെ ചെലവുകളും കോടതി കേസുകളും കൂടാതെ പുതിയ നിയമങ്ങൾ കാരണമാകുന്നുവെന്നാണ് ആക്ഷേപം. പോലീസിൻ്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ ശരിയായ സംരക്ഷണങ്ങളില്ലാതെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് പൗരാവകാശ ലംഘനങ്ങളിലേക്ക് വഴി തെളിയിക്കുമെന്നും പൗരാവകാശ പ്രവർത്തകരും ഒരു വിഭാഗം നിയമജ്ഞരും ആശങ്കപ്പെടുന്നു. നിയമം നടപ്പിലാക്കുന്നത് നീട്ടിവയ്ക്കാമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷിക ഇന്ദിര ജയ്സിംഗ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ സിംഗ് മേഘ്വാളിന് കത്തയച്ചു. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ അസാധുവാക്കാത്തതിനെ കുറിച്ച് അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഭാരതീയ ന്യായ സംഹിത BNS, ഭാരതീയ സാംഗ്രിക് സുരക്ഷാ സംഹിത BNSS, ഭാരതീയ സാക്ഷ്യ അധീനിയം BSA എന്നീ 3 പുതിയ നിയമങ്ങളും നടപ്പിലാക്കുന്നതിന് മുമ്പായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ആശങ്കകൾ പരിഗണിക്കുന്നതിനായി പൊതു ചർച്ചയ്ക്ക് അവസരം നൽകണമെന്നും നിയമവാഴ്ചയുടെ അടിസ്ഥാനമായ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ പൗരന്മാരുടെ ജീവനും സ്വാതന്ത്ര്യവും ഗുരുതരമായ അപകടത്തിലാകുമെന്ന് ഇന്ദിര ജയ്സിംഗ് പറയുന്നു. 2 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്കും പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും ഒഴിവ് വരുന്ന മന്ത്രി സ്ഥാനത്തിനായും LDFിൽ ചർച്ച. ഒഴിവ് വരുന്ന ആലത്തൂർ, വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയെ കാണാൻ CPMലും CPIയിലും ചർച്ചകൾ നടക്കുന്നു. പാലക്കാട് നിയമമണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും CPMൽ ചർച്ച നടക്കും. അതേസമയം കെ രാധാകൃഷ്ണൻ്റെ ഒഴിവന്ന മന്ത്രിസ്ഥാനം സച്ചിൻ ദേവിന് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് ശക്തമായി വാദിക്കുന്നു എന്നാണ് അറിയുന്നത്. എറണാകുളത്തിന് മന്ത്രിസ്ഥാനം അനിവാര്യമാണെന്ന സമ്മർദ്ദവും നിലവിലുണ്ട്. പക്ഷേ സച്ചിൻ ദേവിന് നറുക്ക് വീഴുമെന്നാണ് പൊതുവെ CPMൽ ചർച്ചയാവുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ ആവശ്യത്തിന് മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിക്കുമെന്നാണ് അറിയുന്നത്. സച്ചിൻ ദേവ് ഏറ്റവും ജൂനിയറായ MLA ആണെന്നുള്ള ആക്ഷേപവും നിലവിലുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് കയറ്റിറക്ക് സാധ്യമാകുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കസ്റ്റംസ് പോർട്ട് അംഗീകാരം സെക്ഷൻ 7A പ്രകാരം അംഗീകാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത്. മന്ത്രി VN വാസവനാണ് ഈ വിവരം അറിയിച്ചത്. ഈ സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. അംഗീകാരം ലഭിച്ചതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുന്ന നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറും. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. കെട്ടിടങ്ങൾ, കമ്പ്യൂട്ടർ സംവിധാനം, ഓഫീസ് സൗകര്യങ്ങൾ, മികച്ച സർവർ റൂം ഫെസിലിറ്റി തുടങ്ങിയ 12 മാർഗനിർദ്ദേശങ്ങളാണ് കസ്റ്റംസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.
ഇതെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ വിഴിഞ്ഞത്തിന് സാധ്യമായതോടെയാണ് അംഗീകാരം ലഭിച്ചത്. ഇനി മുതൽ സെക്ഷൻ 8, സെക്ഷൻ 45 പ്രകാരമുള്ള അംഗീകാരങ്ങളിൽ പോർട്ട് കോഡുമാണ് വിഴിഞ്ഞത്തിന് ലഭിക്കാനുള്ളത്. ഇതിനാവശ്യമായ സജ്ജീകരണങ്ങളും പോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നതാണ്. വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുമ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടില്ല എന്ന വലിയ പ്രശ്നം തന്നെയാണ് നിലവിലുള്ളത്. RSS മേധാവി മോഹൻ ഭാഗവത്തും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അടച്ചിട്ട മുറിയിൽ രഹസ്യ ചർച്ച നടത്തി. RSS മേധാവി മോഹൻ ഭാഗവത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. 2 തവണയായി അടച്ചിട്ട മുറിയിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPക്ക് നേരിട്ട തിരിച്ചടിക്ക് പുറകെയാണ് കൂടിക്കാഴ്ച നടന്നത്. 2014 UPയിൽ 71 സീറ്റുകളും 2019 62 സീറ്റുകളും ലഭിച്ച സ്ഥാനത്താണ് 2024 33 സീറ്റുകളിൽ ഒതുക്കിയത്. ഇന്ത്യ മുന്നണിക്ക് 43 സീറ്റാണ് ലഭിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അതേ മോഹൻ ഭാഗവത്ത് വിമർശ പരാമർശം നേരത്തെ നടത്തി. പക്ഷേ അത്തരം പ്രസ്താവന മോദിയെ ലാക്കാക്കിയാണെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതുമാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന RSS ക്യാമ്പിൽ പങ്കെടുക്കാൻ മോഹൻ ഭാഗവത് ഗോരഖ്പൂരിലെത്തിയത് ഇത് ഒരു പതിവ് സന്ദർശനമല്ലെന്ന് UPയിലെ പരാജയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാണ് യോഗി ആദിത്യനാഥുമായി ചർച്ച നടത്തിയത് എന്നാണ് അറിയുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് തുടരുമെന്നാണ് അറിയുന്നത്. 2 വർഷം പിണറായിയും കൂടെയുണ്ടാവും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൻ്റെ ഗവർണറായി തുടരാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ തീരുമാനിച്ചുവെന്ന് റിപ്പോർട്ട്. ഒരു പ്രമുഖ മാധ്യമമാണ് ഈ കാര്യം വാർത്തയാക്കിയത്. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വ നിലപാടുള്ള നടപടികൾക്ക് തടയിടാനും ജനങ്ങൾക്ക് മുന്നിൽ അത് തുറന്നു കാട്ടാനും ഗവർണറുടെ നടപടികൾ സഹായിച്ചു എന്ന് വിലയിരുത്തിയാണ് തുടരാൻ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഗവർണർ നടപടികൾ സംസ്ഥാനത്ത് BJPക്ക് ഗുണമുണ്ടാക്കാൻ സഹായിച്ചു എന്നും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. ഇതും തുടർച്ചയാക്കാനുള്ള കാരണമായി എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. സെപ്റ്റംബർ 6-നാണ് ഗവർണറുടെ കാലാവധി പൂർത്തിയാകുന്നത്. സമീപകാലത്ത് ഒരു ഗവർണറും 2 പ്രാവശ്യം തുടരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗവർണറുടെ 5 വർഷത്തെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും കേരളത്തിലെ BJP നേതാക്കളും അഭിപ്രായപ്പെടുന്നു.